ശ്രീമദ് ഭാഗവതത്തിലെ വിഷയം എന്താണെന്ന് നമുക്ക് ഗൗരവബുദ്ധിയോടുകൂടിയിട്ടൊന്ന് വിശകലനം ചെയ്യാം. നമ്മൾ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും ഇനി പറയുവാൻ പോകുന്ന ഭാഗങ്ങളിൽ നിന്നും ആത്യന്തികമായിട്ട് ബോധിക്കേണ്ടതായിരിക്കുന്ന താത്പര്യം എന്താണെന്ന്, അല്ലെങ്കിൽ രഹസ്യം, അല്ലെങ്കിൽ ഉപദേശസാരം എന്താണെന്ന് നമുക്ക് ഈ ഭാഗവതത്തിലെ വിഷയം എന്താണെന്ന് അറിയുമ്പോൾ അറിയാൻ കഴിയും. എന്താണ് ഭാഗവതത്തിലെ വിഷയം? സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വത്വദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം. ഉപക്രമം, ഉപസംഹാരം എന്നുള്ള രീതിയിൽ നമുക്കിതിൻ്റെ വിഷയത്തെ വിശകലനം ചെയ്യാം. ഇവിടെ ജീവൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന വേദാന്തമത സാക്ഷാത്കാരത്തിനായിട്ട് പരമസത്യത്തെ ധ്യാനിക്കാം എന്ന ഉപദേശത്തോടു കൂടിയിട്ടാണ് ഭാഗവത പുരാണം ആരംഭിക്കുന്നത്. ഭാഗവത പുരാണം ആരംഭിച്ച സന്ദർഭത്തിൽ ആ ഏകശ്ലോകി ഭാഗവതത്തിൽ നിന്ന് ആയത് നമുക്ക് സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ശേഷം നമുക്കറിയാൻ കഴിഞ്ഞു, വേദവിഭജന ശേഷം ഇതിഹാസ പുരാണങ്ങളെയും രചിച്ച വ്യാസരാകുന്ന മുനി ഉപവാസം, വ്രതം, തപസ്, യാഗം, ഹോമം, പൂജ, ധ്യാനം, ജപം മുതലായ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ചു. അനുഷ്ഠാനങ്ങളെല്ലാം ധാർമ്മികമായി ആചരിച്ചിട്ടും ആ ആകുലതയെ കൊണ്ട് പൊറുതിമുട്ടിയ വ്യാസർ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ ആ ഋഷിയുടെ മുൻപിൽ ദേവർഷി എത്തുകയാണ്. അങ്ങനെ ആ ദേവർഷി ശോകത്തിൽ നിന്ന് നിവർത്തിപ്പിക്കുന്ന ആത്മോപദേശത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവത മഹാപുരാണ ഗ്രന്ഥത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ശോകനിവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുഃഖത്തിന്റെ കാരണം എന്താണ്? ആ ദുഃഖത്തിനെ വേരോടുകൂടി എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും? ദുഃഖപരിഹാരം ശാശ്വതമായി സാധിക്കാവുന്നതാണോ എന്നുള്ളതെല്ലാം നമുക്ക് ഭാഗവത ധ്യാനത്തിൽ നിന്നും ബോധിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ദേവർഷി ആദിനാരായണൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്ത ചതുശ്ലോകി ഭാഗവതോപദേശം വ്യാസർക്ക് കൊടുക്കുകയാണ്. ഈ ബ്രഹ്മദേവൻ ആണ് ഭാഗവതത്തെ നാരദർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചതുശ്ലോകിയെ നാരദനിൽ നിന്നും ശ്രവിച്ച വ്യാസൻ ഗ്രഹിച്ച തത്വമനനത്താൽ സമാധിസ്ഥിതനായിട്ട് അസ്വസ്ഥതയകന്നു കൃതകൃത്യത അനുഭവിച്ചു എന്ന് നമുക്ക് ഒന്നാമത്തെ സ്കന്ധത്തിൽ അറിയുവാനായിട്ട് സാധിച്ചു. അവിടെ സമാധിയിൽ ദർശിച്ച സത്യത്തെ 18,000 ശ്ലോകമന്ത്രങ്ങളിലൂടെ പ്രവചിക്കുകയാണ് വ്യാസൻ ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഭാഗവതത്തിന്റെ യഥാർത്ഥ ഭാഷ അപ്പോഴെന്താണ്? സമാധി ഭാഷയാണ്. ഭാഗവതത്തിന്റെ ഭാഷ സമാധിയുടെ ഭാഷയായതുകൊണ്ട് തന്നെ ഗുരുമുഖമായിട്ട് ജപവും മന്ത്രജപവും ജപത്തിനോടനുബന്ധിച്ച് ധ്യാനവും പൂജയും
ആദരവോടുകൂടി അനുഷ്ഠിക്കുന്നവർക്കാണ് സമാധി ഭാഷയുടെ പരമപ്രയോജനം അനുഭവവേദ്യമാവുക. കാരണം ഭാഗവതം വ്യാവഹാരികത്തിലെ ഭാഷയല്ല, സമാധിയിലെ ഭാഷയാണ്. അപ്പോ അങ്ങനെയുള്ള സമാധിയുടെ ഭാഷയായ ഭാഗവതം, ആ ഭാഗവതത്തിലെ പ്രധാന വിഷയം വാസ്തവത്തിൽ എന്താണ്? സർവ വേദാന്ത ശാസ്ത്രങ്ങളും വെളിപ്പെടുത്തുന്ന ജീവബ്രഹ്മ ഐക്യമാണ് ഭാഗവതത്തിലെ മുഖ്യ വിഷയം. ജീവോ ബ്രഹ്മൈവ നാപര ശ്ലോകാർദ്ധേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഃ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ജീവൻ ബ്രഹ്മം തന്നെയാകുന്നു, അറിവ് തന്നെയാകുന്നു, അവബോധം തന്നെയാകുന്നു, ശുദ്ധ ബോധം തന്നെയാകുന്നു എന്ന കലർപ്പില്ലാത്ത വേദ നിർദ്ദേശത്തെ സമ്യക്കായിട്ട് വെളിപ്പെടുത്തി തരുന്നതാണ് ഭാഗവതത്തിലെ യഥാർത്ഥ വിഷയം. അങ്ങനെ വ്യാസൻ ചതുശ്ലോകിയിലൂടെ വ്യക്തമാക്കിയ ആത്മതത്വം സുദൃഢമായി ഉറപ്പിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് തുടർന്ന് ഭാഗവതത്തിൽ വരുന്ന ഓരോ കഥാഭാഗങ്ങളും സന്ദർഭങ്ങളും. ജീവൻ ബ്രഹ്മം തന്നെയാകും, ബ്രഹ്മം ജീവൻ തന്നെയാകുന്നു എന്നുള്ള ആ ശരിയായിരിക്കുന്ന ആത്മജ്ഞാനം സുദൃഢമായിട്ട് ബോധിക്കുവാനുള്ള ഉപായം ഭാഗവതത്തിൽ ഉടനീളം സുവ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗവതത്തിന്റെ മൂലം ഗ്രന്ഥത്തിൽ ഓരോന്ന് അവസാനിക്കുമ്പോഴും പാരമഹംസ സംഹിതായ, ഇത് പരമഹംസന്മാരുടെ സംഹിതയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പരമഹംസന്മാരുടെ സംഹിതയായതുകൊണ്ട്, എന്നുവെച്ചാൽ വൈദികർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർമ്മഠന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് മാത്രമാണ് മോക്ഷപ്രാപ്തി, ജ്ഞാനം കൊണ്ടല്ല, ധർമ്മം ആചരിച്ചുകൊണ്ട് തന്നെ, അവനവന്റെ കർത്തവ്യകർമ്മം ആചരിച്ചുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കണം എന്ന് വാദിക്കുന്ന വിഭാഗം വർഗത്തിന്റെ ഭാഷയല്ല പരമഹംസന്മാരുടെ ഭാഷ. പരമഹംസന്മാരുടെ ഭാഷ സമാധിയുടെ ഭാഷയാണ്. സമാധിയുടെ ഭാഷയിൽ നിന്നുമാണ് ജ്ഞാനം സുവ്യക്തമാവുക. ജ്ഞാനത്തിൽ നിന്നുമാണ് ജിജ്ഞാസുക്കൾക്ക് മോക്ഷം ഉണ്ടാവുകയും ചെയ്യുക. അപ്പോ അങ്ങനെയുള്ള പരമഹംസ സംഹിതയായ ഈ ഭാഗവതത്തിന്റെ വിശദീകരണം എങ്ങനെയാണ് വാസ്തവത്തിൽ നിർവഹിക്കുന്നത്? കാരണം സപ്താഹ ദിവസം, സ്കന്ധം, അധ്യായം എന്നീ ക്രമത്തിലാണ് ഭാഗവതത്തിലെ വിഷയത്തെ നമ്മൾ സപ്താഹവേദിയിലെ, സപ്താഹ യജ്ഞവേദിയിലെ, ജ്ഞാനയജ്ഞവേദിയിലെ അവതരിപ്പിക്കുക. സപ്താഹ ദിവസം 7 ദിവസങ്ങളിൽ, ആ 7 ദിവസങ്ങളിൽ വരുന്ന സ്കന്ധം, ആ സ്കന്ധങ്ങളിൽ പറയുന്ന അധ്യായം, ആ അധ്യായത്തിൽ പറയുന്ന ആശയം, അതിന് വ്യക്തമാക്കുകയാണ് ഭാഗവത ജ്ഞാനയജ്ഞത്തിലൂടെ ചെയ്യുന്നത്. ഇത് പരമഹംസന്മാരുടെ സംഹിതയാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പരമഹംസന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ജ്ഞാനനിഷ്ഠ ബോധിച്ചവരാണ്, പ്രാപിച്ചവരാണ് പരമഹംസന്മാർ. ബ്രഹ്മനിഷ്ഠ, സന്യാസി പരമം സുഖം, സന്യാസി സർവഥാ സുഖം എന്നുള്ള ആ അദ്വിതീയമായിരിക്കുന്ന
ബ്രഹ്മനിഷ്ഠയുടെ പരിപൂർണ അവബോധത്തിലെ ആഴ്ന്നിരിക്കുന്ന സാധുജനങ്ങളെയാണ്, ഗുരുജനങ്ങളെയാണ്, സന്യാസി ശ്രേഷ്ഠന്മാരെയാണ് പരമഹംസന്മാര് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പരമഹംസന്മാര് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ നമ്മെ പോലെ ഒരു മനുഷ്യരെ പോലെ തന്നെയാണ്, മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിക്കുക. അപ്പൊ ആ മനുഷ്യനിലുള്ള എല്ലാ വൈകല്യങ്ങളും, എല്ലാ സാകല്യങ്ങളും, എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആരോപിച്ചിട്ടാണ് ഒരു സാധാരണ ആളുകള് ഈ പരമഹംസനെയും വിലയിരുത്തുക. അങ്ങനെയുള്ള വിലയിരുത്തലുകൾ കൊണ്ട് പരമാർത്ഥ തത്വം നമുക്ക് ബോധിക്കുവാൻ സാധ്യമല്ല. എന്തായാലും ഈ പരമഹംസ സംഹിതയായതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ നിന്നും പരമമായ ജ്ഞാനോപദേശമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. പരമമായ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ പലരും കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന കർമ്മങ്ങൾക്കോ അതുപോലെയുള്ള ചടങ്ങുകൾക്കോ സത്യത്തിൽ ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. പക്ഷേ സമൂഹം ആളുകളെ കൂട്ടുവാനും ആളുകളെ രസിപ്പിക്കുവാനും വേണ്ടിയിട്ട് അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആചാര്യവേഷധാരികളായിരിക്കുന്ന ആളുകളും കൂടിയിട്ടാണ് ഈ ഭാഗവതത്തിന്റെ പരമഹംസധർമ്മത്തെ എന്താ പറയുക, നിന്ദ്യമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിപ്പോ ഒന്നേ എനിക്ക് സമാധാനം പറയാനുള്ളൂ, അത്രയെങ്കിലും അങ്ങനെയെങ്കിലും അവർ ഈശ്വരമഹിമയെ, ഈശ്വരബോധത്തെ അറിയുവാനുള്ള എളിയ ശ്രമം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ പരിപൂർണമായിട്ടും നിഷേധിക്കുന്നില്ല. അങ്ങനെയെങ്കിലും ചെയ്യട്ടെ, അങ്ങനെയെങ്കിലും ആളുകളെ കൂട്ടാനോ ആളുകളെ രസിപ്പിക്കാനോ ആയിട്ടാണെങ്കിലും ആ ഭാഗവതത്തിന്റെ യഥാർത്ഥ മൂലഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മന്ത്രങ്ങളെങ്കിലും അവർ ആ വേദിയിൽ പാരായണം ചെയ്യുമല്ലോ. എന്തായാലും പരമമായ ജ്ഞാനോപദേശത്തിലൂടെ മരണഭയത്തെ അകറ്റുന്ന വേദഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയണം. ആയതുകൊണ്ട് തന്നെ ഭാഗവതം അത് പുരാണമാണെന്നുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളുവാൻ പാടുകയില്ല. കാരണം ഭാഗവതത്തെ രചിച്ചിരിക്കുന്നത് വ്യാസമഹർഷി തന്നെയാണ്. ആ വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിഹാസ പുരാണങ്ങളിലൂടെ നാം വേദത്തിന്റെ താല്പര്യത്തെ തന്നെയാണ്, വേദത്തിന്റെ നിർദ്ദേശം തന്നെയാണ് പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ആർത്തന്മാർക്കും അർത്ഥാർത്ഥികൾക്കും ജിജ്ഞാസുക്കൾക്കും ജ്ഞാനികൾക്കും ഒരുപോലെ രസിക്കാൻ, ഒരുപോലെ അനുഭവിക്കാൻ, ഒരുപോലെ അറിയുവാൻ യോഗ്യമായ രീതിയിലാണ് ഈ ഭാഗവതമാകുന്ന മഹാപുരാണത്തെ ഞാൻ രചിച്ചിരിക്കുന്നതെന്ന് വ്യാസർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാസർ തന്നെ അങ്ങനെ വ്യക്തമാക്കിയത് കൊണ്ട് വ്യാഖ്യാതാക്കന്മാര് അതിൽ വികലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാസന്റെയോ ഭാഗവതത്തിന്റെയോ സന്യാസധർമ്മത്തിന്റെയോ അപാകത കൊണ്ടല്ല. കാരണം സമാധിയുടെ ഭാഷ എന്ന് പറഞ്ഞു ഭാഗവതത്തിലെ ഭാഷ. അപ്പൊ സമാധി, സമാരാധ്യരായിരിക്കുന്ന സജ്ജനങ്ങളാകുന്ന സാധു, വൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരിൽ നിന്നും തത്വോപദേശം നമ്മളെ ശ്രവണദീക്ഷയായിട്ട് സ്വീകരിച്ച് അതിൽ പറയുന്ന ധർമ്മത്തെ ആചരിക്കുമ്പോഴാണ് ഭാഗവതത്തിന്റെ മഹിമ നമുക്ക് പരിപൂർണമായിട്ടും പ്രകടമാവുക എന്ന് ഈ അവസരത്തിൽ എല്ലാവരും അറിയേണ്ടതാണ്. ഇനി നമ്മൾ സപ്താഹ ദിവസം സ്കന്ധം അധ്യായം എന്നീ രീതിയിലാണ് ഭാഗവതത്തെ അറിയിപ്പിക്കുന്നതെന്ന് കേൾക്കേണ്ടായി. അപ്പൊ ഈ സപ്താഹ ദിവസങ്ങളിലൂടെ
സപ്തയോഗ ഭൂമികളുടെ ശാസ്ത്ര രഹസ്യത്തെ വ്യക്തമാക്കണം. ഞാൻ പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ ഇപ്പോഴത്തെ മഠാധിപതിയായ സംപൂജ്യ സ്വാമി തൃപ്പാദങ്ങളാണ് എനിക്ക് സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ സ്വാമികൾ തന്നെയാണ് എനിക്ക് ശ്രീമദ് ഭാഗവതത്തെ ഉപദേശമായിട്ട് നൽകിയത്. അപ്പൊ ആ ഗുരുവിൽ നിന്നുമാണ് സപ്തയോഗ ഭൂമികകളുടെ ഹൃദയം സാരം എനിക്ക് വ്യക്തമായി ആയത്. അപ്പോ ആ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഒത്തിരി സപ്താഹത്തിൽ പൗരാണികനായിട്ടും ചില സന്ദർഭങ്ങളിൽ ഗുരു എന്നോടും അതിലെ ആശയങ്ങളെ വ്യക്തമാക്കുവാൻ ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സ്വതന്ത്രമായിട്ട് ഞാനും ആചാര്യനായിട്ട് അനവധി സപ്താഹയജ്ഞങ്ങൾ പല വേദികളിലുമായിട്ട് നടത്തുകയുമുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഗുരുമുഖത്തിൽ നിന്നുമാണ് 7 ദിവസങ്ങളിലൂടെ 7 യോഗ ഭൂമികകളുടെ താല്പര്യത്തെ വ്യക്തമാക്കണം എന്നുള്ള ആശയം എനിക്ക് മനസ്സിലായത്. ആയതുകൊണ്ട് സപ്താഹ ദിവസങ്ങളിലൂടെ സപ്തയോഗ ഭൂമികകളുടെ ശാസ്ത്ര രഹസ്യം വ്യക്തമാക്കേണ്ടിയിരിക്കുകയാണ്. അതിന് സപ്തയോഗ ഭൂമികകളുടെ ആശയം വ്യക്തമാകുമ്പോൾ ശ്രേഷ്ഠമായ ആ സപ്തഭൂമികകളെക്കുറിച്ച് ഒരവബോധം ശ്രോതാക്കൾക്കും ഉണ്ടാകും. ശ്രേഷ്ഠമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ആ സപ്ത ഭൂമികകളെ ഒന്ന് സംക്ഷേപിച്ച് പറയാം ഈ സന്ദർഭത്തിൽ. അപ്പോ ഒന്നാമത്തെ ദിവസം, അതായത് ഇവിടെ ശുഭേച്ഛ എന്ന യോഗ ഭൂമികയാണ് സാധകൻ സമീപിക്കുന്നത്, അല്ലെങ്കിൽ സാധകൻ എത്തിച്ചേരേണ്ട ഫലം ശുഭേച്ഛ എന്ന് പറയുന്ന അവസ്ഥാവിശേഷമാണ്. എന്താണ് ശുഭേച്ഛ? സാധനാ ചതുഷ്ടയ സമ്പത്തിയിലൂടെ മോക്ഷത്തിനുള്ള ഇച്ഛ ദൃഢമാണ്. നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്രാർത്ഥ ഫലപോക വിരാഗം, ശമാതിശക്ത സമ്പത്തി, മുമുക്ഷുത്വം. ഈ സാധനാ ചതുഷ്ടയ സമ്പത്തി ആർജിക്കുമ്പോൾ മോക്ഷേച്ഛ, എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം അറിവുകളും കഴിവുകളും അധികാരമോ ഉണ്ടെങ്കിലും എനിക്ക് അതൃപ്തി, ഒരു അപൂർണത, ഒരാശങ്ക, ഒരാകുലത, ഒരു അകൃതാർത്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമാകണം ഞാൻ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ അറിയേണ്ടതിനെ അറിയുവാനായിട്ടുണ്ടാകുന്ന ഉത്കടമായ ആഗ്രഹമാണ് മോക്ഷേച്ഛ. ആ മോക്ഷേച്ഛയുടെ ലക്ഷണം ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ഈ സംസാരത്തിൽ നിന്നും മോചിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ് ശുഭേച്ഛ. എന്ന് വെച്ചാൽ അത് ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ടല്ല, വ്യക്തിഹത്യകളെ ചെയ്തുകൊണ്ടുമല്ല, ഈ സംസാരത്തിൻ്റെ, ഈ ആത്മാവിൻ്റെ, പരബ്രഹ്മത്തിൻ്റെ നിജസ്ഥിതി ഉണർന്നുകൊണ്ടാണ് ഈ മോക്ഷേച്ഛയിൽ നിന്നും നമ്മൾ ഉണരുന്നത്, അല്ലെങ്കിൽ ഉണരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ശുഭേച്ഛ? ത്രികാലാബാധിതമായ സത്യമാണ് ശുഭമായിരിക്കുന്നത്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും, ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും നിലനിൽക്കുന്നത് എന്തോ ആയതിനെയാണ് ശുഭം എന്ന് പറയുന്നത്. അതല്ലേ പഞ്ചദശിയിൽ പറയുന്നുണ്ടല്ലോ,
ത്രിഷു ധാമസു യത് ഭോഗ്യം ഭോക്താ ഭോഗച്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി ചിന്മാത്രോഹം സദാശിവഃ. 3 കാലങ്ങളിലും യാതൊന്നും അനുഭവിക്കാതെ അനുഭവത്തെ സാക്ഷിരൂപേണ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിജാനന്ദ ശുദ്ധബോധമായ പരമചൈതന്യം തന്നെയാണ് ശിവമായിരിക്കുന്ന, ശിവയായിരിക്കുന്ന, ശിവനായിരിക്കുന്ന ഈ ഞാൻ എന്ന അവബോധം. അതാണ് ശുഭേച്ഛ. അതിനെ അറിയുവാനുള്ള ആഗ്രഹം. ഈശ്വരനിൽ ജിജ്ഞാസ വരുത്തുന്നതായ കഥകളാണ് 1-ാം ദിവസത്തിൽ വരുന്നത്. ആദ്യത്തെ ദിവസത്തിലെ ശുഭമായിരിക്കുന്നത് ഈശ്വരനാണ്. സച്ചിദാനന്ദ പരംഗുരുളായിരിക്കുന്ന പരമതത്വത്തെയാണ് സനാതനധർമ്മത്തിൽ സർവേശ്വരനായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. വാക്കുകളെ കൊണ്ട്, ആശയങ്ങളെ കൊണ്ട്, വാക്കുകളെ കൊണ്ടും ആശയങ്ങളെ കൊണ്ടും വ്യക്തമാകാത്ത ഒരു രൂപം ആ സർവേശ്വര മഹിമയിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൺനൗൺ ഈസ് ഓൾ നോയിങ് എന്ന് പറയുന്നത്. അറിയപ്പെടുവാൻ സാധ്യമല്ലാത്ത, അറിയുവാൻ കഴിയാത്ത, എന്നാൽ എല്ലാം അറിയുന്ന ഒരു അറിവുണ്ട് എന്നാണ് പറയുന്നത്. ആ എല്ലാം അറിയുന്ന സർവേജ്ഞരത്വമാണ് ഇവിടെ പറയുന്ന ആ ഈശ്വരൻ. ആ ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ട് ആ ഈശ്വരനിൽ അനന്യവും ഏകാന്തവും അഖണ്ഡവുമായ ഭക്തിയെ ഉണ്ടാക്കുവാനുള്ള, താല്പര്യത്തെ ഉണ്ടാക്കുവാനുള്ള, ജിജ്ഞാസയെ വളർത്തുവാനുള്ള കഥകൾ 1-ാമത്തെ ദിവസത്തിലെ ചർച്ച ചെയ്യുകയാണ്. 3-ാമത്തെ സ്കന്ധത്തിലെ 24-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ആദ്യത്തെ ദിവസത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ യോഗഭൂമിക എന്താണെന്ന് നോക്കാം. നോക്കുമ്പോൾ ഇവിടെ ഞാനിത് വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വ്യക്തമാക്കിയെന്ന് വരാം, വ്യക്തമാക്കിയില്ലെന്ന് വരാം. എങ്കിലും ഈ 1-ാമത്തെയും 2-ാമത്തെയും അതുപോലെ 7 വരെയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള യോഗഭൂമികകളുടെ പരമാർത്ഥമാണ് മറ നീങ്ങി വെളിവാകുന്നതെന്നുള്ള അവബോധം വക്താവിനെങ്കിലും ഉണ്ടായിരിക്കണം. വക്താവിൽ നിന്നാണത് ശ്രോതാക്കളിലേക്ക് പകരുക. ഇവിടെ 2-ാമത്തെ ദിവസത്തിലെ യോഗഭൂമികയെ സുവിചാരണ എന്നാണ് പറയുന്നത്. എന്താണ് സുവിചാരണം? എന്താണ് സുവിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിപരീതം കരോതീതി വിചാരം എന്നാണ്. ഇപ്പോൾ ഉള്ളതിന് നേർ വിപരീതമുള്ള ചിന്ത, പ്രവൃത്തി. അതാണ് ഇപ്പൊ എന്താ അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ് സത്യം, ചെവി കൊണ്ട് കേൾക്കുന്നതാണ് സത്യം, മൂക്കുകൊണ്ട് മണക്കുന്നതാണ് സത്യം, നാവ് കൊണ്ട് രുചിക്കുന്നതാണ് സത്യം, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ ഈ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതുമായിരിക്കുന്ന സത്യം എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന വിഷയങ്ങളെ കാണുന്നവയെ കൊണ്ട് അനുഭവിക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് രൂപത്തെയും, ചെവി കൊണ്ട് ശബ്ദത്തെയും, മൂക്കുകൊണ്ട് മണത്തെയും, നാക്കുകൊണ്ട് രസത്തെയും, ത്വക്കുകൊണ്ട് സ്പർശത്തെയും അറിഞ്ഞ് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് അഭിനിവേശത്തോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ബഹിർമുഖമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം. ഇതിന് വിപരീതമായ പ്രവൃത്തിയെയാണ് സുവിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അന്തർമുഖമായിട്ടുള്ള വിചാരത്തെ എന്ന് വെച്ചാൽ കണ്ണ് രൂപത്തെ കാണുന്നില്ല, ചെവി ശബ്ദത്തെ കേൾക്കുന്നില്ല, മൂക്ക്
മണത്തെ അറിയുന്നില്ല, നാക്ക് രുചിയെ അറിയുന്നില്ല, ത്വക്ക് സ്പർശത്തെയും അറിയുന്നില്ല. ഇങ്ങനെ ഒന്നിനെയും അറിയാതെ ഇന്ദ്രിയാതീതമായിരിക്കുന്ന ആ അറിവിനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള വിചാരം, അതിനെയാണ് സുവിചാരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു സുവിചാരത്തിന് നമ്മൾ യോഗ്യരാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരുവെ സമീപിക്കണം. ഈ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ പലരും ആശങ്കാകുലരാകും. കാരണം ഇന്ന് വേദം പഠിക്കുന്ന ബ്രാഹ്മണരും ബ്രാഹ്മണ കുലങ്ങളും ഗോത്രങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നില്ല, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ ഒരു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഒരു ഗുരുവെ കിട്ടുക എന്നുള്ള ആശങ്ക വേണ്ട. കാരണം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ ആചാര്യസ്വാമിജികള് രൂപം കൊടുത്തിരിക്കുന്ന സന്യാസ പരമ്പരകൾ വഴി അങ്ങനെയുള്ള ജ്ഞാനം നമുക്ക് പകർന്നു കിട്ടാം. അതിൽ യാതൊരു തർക്കവുമല്ല. അങ്ങനെ പകർന്നു കിട്ടിയതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുരുവെ സമീപിച്ച് എന്ത് ചെയ്യണം? ബ്രഹ്മജിജ്ഞാസയ്ക്ക് ശമനം നൽകുന്ന ശ്രവണം, മനനം തുടങ്ങിയ സാധനകൾ അനുഷ്ഠിക്കണം. അതല്ലേ എപ്പോ നമ്മൾ വായിച്ചോ കേട്ടോ കണ്ടോ അറിയുന്നതായിരിക്കുന്ന ആ അറിവിനെ നമ്മൾ അഹങ്കാരരഹിതമായിട്ട് അഹന്തയും മമതയും ഇല്ലാതെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഗുരുലാഭം, ഗുരുവിൻ്റെ അനുഗ്രഹം അനിവാര്യമാണ്. ഈ അനിവാര്യതയാണ് സനാതനധർമ്മത്തിലെ ചതുർത്ഥാശ്രമമായ സന്യാസാശ്രമത്തിൻ്റെ പ്രസക്തി. സന്യാസാശ്രമത്തിൻ്റെ പ്രസക്തിയെ തിരിച്ചറിയാൻ കഴിയാതെ സന്യാസിമാരെ നമ്മൾ തൽക്കാല നേട്ടങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് കൊണ്ടാണ് സന്യാസിമാർക്കും ലോകത്തിന് അനുസരിച്ച രീതിയിൽ അവരുടെ ധർമ്മത്തെ വളച്ചൊടിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മളാണ് സന്യാസിമാരോട് സമീപിക്കുമ്പോൾ ജാഗ്രതയും അതുപോലെ തന്നെ ശ്രദ്ധയും പുലർത്തേണ്ടത്. കാരണം ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ ചെറിയൊരു കാര്യം പറയാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ മുജ്ജന്മത്തെക്കുറിച്ചൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. എനിക്ക് തന്നെ ഈ ജന്മത്തിൽ തന്നെ വർത്തമാനകാലത്തിൽ തന്നെ എത്രയോ ഗുരുക്കന്മാരെയും അതുപോലെ ആ ഗുരുക്കന്മാരിൽ നിന്നൊക്കെയുള്ള അവർ ആർക്കും പകർന്നു കൊടുത്തിട്ടില്ല, എനിക്കാണ് പകർന്നു തരുന്നതെന്നും പറഞ്ഞിട്ട് ഒത്തിരി അറിവുകൾ, പ്രത്യേകിച്ച് വേദാന്തത്തിലായാലും അതുപോലെ പുരാണത്തിലായാലും അതുപോലെ ഇതിഹാസങ്ങളിലായാലും പിന്നെ ഘടയോഗത്തിലായാലും അതുപോലെ തന്നെ കുണ്ടലിനി യോഗത്തിലായാലും ശ്രീവിദ്യ തന്ത്രത്തിലായാലും അതുപോലെ നമ്മളെ നാടൻ പൂജ, നാടൻ പ്രയോഗം എന്ന് പറയുന്ന പഴയ കാലത്ത് നല്ല രീതിയിൽ നിലനിന്നിരുന്ന മാന്ത്രിക പ്രയോഗം എന്ന് പറയുന്ന രീതിയിലും അതുപോലെ ആയുർവേദത്തിലെ ശാകംഭരി വിദ്യ എന്ന് പറയുന്ന വൈദ്യസമ്പ്രദായത്തിൻ്റെതായ അതിലൊക്കെ അറിവുകളെ ഗുരുക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ സഹിതം എനിക്ക് പകർന്നു നൽകുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ധർമ്മം സന്യാസധർമ്മത്തെ, പരമഹംസ ധർമ്മത്തെ ഈ ലോകത്തിലെ പോഷിപ്പിക്കലാണ് എന്നതാണ് എൻ്റെ ജീവിത ദൗത്യമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്.
ആയതിനാവശ്യമായിട്ട് എന്താണ് സനാതനധർമ്മത്തിൽ പറയുന്ന സർവശാസ്ത്രങ്ങളെയും അതിൻ്റെ പഠന പാഠന ഗവേഷണം നടത്തുന്ന ഒരു ഗുരുകുലം ഉയർന്നു വരണം എന്ന ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ആദ്യകാലത്തിൽ ഞാൻ സന്യാസധർമ്മത്തിലെ പ്രവർത്തനങ്ങളെ ആരംഭിച്ചത്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇവിടെ പൂർവാശ്രമത്തിൽ ആ പൂർവ സഹോദരിയുടെ നാമത്തിലുള്ള ഈ ത്രിപുരാശ്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റേതായിരിക്കുന്ന ആശ്രമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്നവരെയും ഞാൻ പരിശോധിക്കുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ഭൂരിപക്ഷം പേർക്കും ആവശ്യം ഈശ്വരനെയോ ഈശ്വര സത്യത്തെയോ സന്യാസത്തെയോ അല്ലെങ്കിൽ ധർമ്മത്തെയോ അല്ല ആവശ്യം. അവരുടെ തൽക്കാല നേട്ടങ്ങൾ, തൽക്കാല കാര്യസാധ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു ഉപാധി, ഒരു ഉപായമായിട്ടാണ് പലരും സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരും സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് റെസീറ്റ് അടിച്ചിട്ടുള്ള പണപ്പിരിവുകളും അതുപോലെ വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊന്നും ഇല്ലെങ്കിലും, വലിയ ബാങ്ക് ബാലൻസുകളൊന്നും ഇല്ലെങ്കിലും, എന്താ പറയുക, വലിയ ദാരിദ്ര്യമൊന്നുമില്ലാതെ ഈ സന്യാസ ധർമ്മത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത്. അപ്പം നമ്മൾ എന്താണ് അറിയേണ്ടത്? കാരണം ഇവിടെ ഈശ്വരനെ അറിയണം. എന്തായാലും അതിനു വേണ്ടിയിട്ട് ഗുരു ഉപദേശിക്കുന്ന ആ ഉപദേശ മന്ത്രത്തെ നമ്മൾ പ്രവർത്തനം ചെയ്യണം. ഇവിടെ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠരായിരിക്കുന്ന വേദപണ്ഡിതന്മാരില്ല എന്ന് കരുതി നമ്മളാരും നമ്മുടേതായിരിക്കുന്ന ധർമ്മം ആചരിക്കുന്നതിൽ വിമുഖരാകരുത് എന്നറിയിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ചില സംഭവങ്ങളും കൂടി ഇവിടെ വെളിപ്പെടുത്തിയത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെ ഈ സുവിചാരണ എന്നത് കൊണ്ട് നമുക്കപ്പോൾ എന്ത് മനസ്സിലാക്കാം? വേദാന്ത വാക്യ വിചാരത്തിൽ ശ്രദ്ധനാകുന്നതാണ് സുവിചാരണ. വേദാന്ത വാക്യം എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ താല്പര്യം. ആ ശ്രുതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലോ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏതാനും അക്ഷരങ്ങളോ പ്രയോഗങ്ങളോ ആണെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. അത് ആയതിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ചൂണ്ടുപലകയെ നമ്മൾ നിഷേധിക്കുവാനും നിന്ദിക്കുവാനും പാടില്ല എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ ശ്രുതി എന്ന് പറയുന്നത് നമുക്ക് ഉപദേശത്തെ നൽകുന്ന ഗുരുവാണ്, സന്യാസ ഗുരുവാണ്. ആ സന്യാസ ഗുരുവിൻ്റെ ഉപദേശം എന്തോ അതും പ്രത്യേകിച്ച് നമ്മൾ ആചാര്യവിധി അനുസരിച്ച് ശുഭമുഹൂർത്തമെല്ലാം നോക്കി നമ്മൾ ഈശ്വരനെ സാക്ഷി നിർത്തി ആ ഈശ്വര വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വര പ്രതിഷ്ഠയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആ ഈശ്വരനെയും അവിടെ പ്രത്യക്ഷ സാന്നിധ്യം ചെയ്തിരിക്കുന്ന ഗുരുവിനെയും നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ശുഭമായ രീതിയിൽ മന്ത്രദീക്ഷയെ സ്വീകരിക്കുന്നതിന് വേണം ശ്രുതി എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥം എടുക്കുവാൻ. ഗുരുവിൻ്റെ ഉപദേശം, ഗുരുവാക്യം. അപ്പൊ വേദാന്ത വാക്യത്തെ വിചാരം ചെയ്യുന്നതിനെയാണ് സുവിചാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ സുവിചാരം എല്ലാ കാലത്തും തുടരണമെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായ ഏതെങ്കിലും ചില പുസ്തകങ്ങൾ മതിയോ? പോരാ. എല്ലാ കാലത്തും ഈ സനാതനധർമ്മ സംസ്കാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരും ഇവിടെ ഉണ്ടാവുക തന്നെ വേണം. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നും ശ്രവണദീക്ഷയെ സ്വീകരിക്കുന്ന ശ്രുതിയുടെ ആ ഉപദേശത്തിന്റെ വിചാരത്തിലെ
അന്തർമുഖതയായിട്ട് ആത്മതത്വം ഗ്രഹിക്കുവാനുള്ള ഉപായത്തെ നമുക്ക് സ്തുതിചാരണ എന്ന് പറയാം. അപ്പൊ ഈ രണ്ടാമത്തെ ദിവസത്തിലെ 5-ാമത്തെ സ്കന്ധത്തിൽ 9-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. ഇനി 3-ാമത്തെ ദിവസത്തിന്റെ യോഗഭൂമിക അല്ലെങ്കിൽ 3-ാമത്തെ യോഗഭൂമിക എന്താണ്? തനുമാനസ എന്ന് പറയുന്നതാണ്. ഈ തനുമാനസ എന്ന് പറഞ്ഞാൽ എന്താണ്? നിധിധ്യാസം പരിശീലിക്കണം. ഇവിടെയാണ് നമ്മൾ ധ്യാനം, നിർവിഷയം മന എന്ന് പറയുന്നത്. എന്താണ് ധ്യാനം? എങ്ങനെയാണ് ധ്യാനം എന്നുള്ളതിൻ്റെ ധ്യാനത്തിൻ്റെ യഥാർത്ഥ താത്പര്യത്തെ ബോധിക്കുവാനുള്ള കഥകളാണ് വാസ്തവത്തിൽ 3-ാമത്തെ ദിവസത്തിലെ കഥകളിൽ നിന്നും നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നത്. ഈ ധ്യാനനിഷ്ഠയോടെ ജീവിതം തുടരുമ്പോൾ മനസ്സ് ശാന്തമായി ഏകാഗ്രമാകും. ശാന്തമായി ഏകാഗ്രമാകുന്ന മനസ്സിൽ സൂക്ഷ്മ വസ്തുവെ സംബന്ധിച്ച ധാരണ തിരീഭവിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ എന്താണ്? സ്ഥൂല വിഷയങ്ങളെക്കുറിച്ചാണ് കാണുന്നതും കേൾക്കുന്നതും. കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പിറകെ പോകുന്നവർക്ക് ആത്മീയമായ പുരോഗതി കൈവരിക്കുവാൻ സാധ്യമല്ല. കാണുന്നതും കേൾക്കുന്നതും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിന്റെ പ്രത്യേകതകൾ അനുസരിച്ചാണ് അവരതിനെ വിലയിരുത്തുന്നത്. അപ്പൊ അവയ്ക്ക് പിറകെ പോയി കഴിഞ്ഞാൽ ആത്മസത്യം അല്ലെങ്കിൽ ആത്മതത്വം അല്ലെങ്കിൽ ആത്മരഹസ്യം ബോധിക്കുവാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ 3-ാമത്തെ യോഗഭൂമികയിൽ എത്തുന്നതോട് കൂടിയിട്ട് സൂക്ഷ്മ വസ്തുവിനെ ഗ്രഹിക്കുവാനുള്ള യോഗ്യത നേടുകയാണ് ചെയ്യുന്നത്. ഈ 3 ഭൂമികകളെയും കൂടി ജാഗ്രത് എന്ന് പറയുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുഭേച്ഛ, സ്തുതിചാരണ, തനുമാനസ. ഈ 3 യോഗ ഭൂമികകളിലൂടെ ആർജിച്ചെടുക്കുന്ന സംസ്കാരത്തിന്റെ ഫലം, അനുഭവം എന്താണ്? അതിനെ ജാഗ്രത് എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമായിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരിഭ്രമിക്കുകയില്ല. കാരണം ഇവിടെ സൂക്ഷ്മ വസ്തുവെ ബോധിച്ചിരിക്കുകയാണ് 3-ാമത്തെ യോഗഭൂമിയിൽ എത്തുന്നത്. എന്തായാലും ഇവിടെ ഈ അവസ്ഥയിൽ ജഗത്ത് ഭേദബുദ്ധിയോടുകൂടി തന്നെ നിലനിൽക്കുന്നതിനാലാണ് ജാഗ്രത് എന്ന് പറയുന്നത്. കാരണം ഈ 3 ദിവസങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന സംസ്കാരത്തിന്റെ ഫലം എന്താണ്? ഞാനുമുണ്ട്, നീയുമുണ്ട്, നമ്മളുമുണ്ട്, നിങ്ങളുമുണ്ട്. ഈ സംസാരം അതിൻ്റെതായിരിക്കുന്ന ആ സ്വഭാവത്തോടുകൂടി മുന്നിലേക്ക് പോകുന്നുമുണ്ട്. ഇതിനെ അറിയുന്നുണ്ട്, അറിയിപ്പിക്കുന്നുമുണ്ട്. അതാണ് ഈ 3 യോഗഭൂമികകളിലൂടെയും താല്പര്യം. ഇനി നമുക്ക് 4-ാമത്തെ യോഗഭൂമിക എന്താണെന്ന് നോക്കാം. 4-ാമത്തെ യോഗഭൂമിക എന്ന് പറയുന്നത് സത്വാപത്തിയാണ്. സത്വാപത്തി. കാരണം വേദാന്ത വാക്യ പരിശീലനം കൊണ്ട് ആത്മനിഷ്ഠനാകുകയാണ്. നമ്മൾ പറഞ്ഞു, ഗുരുമുഖമായിട്ട് ഉപദേശത്തെ സ്വീകരിച്ച് അങ്ങനെ ആ ഉപദേശത്തിന്റെ ഫലമായിട്ട് നമ്മൾ ആത്മനിഷ്ഠയെ പ്രാപിക്കുകയാണ്. ആത്മനിഷ്ഠ പ്രാപിച്ചാലോ അപരോക്ഷാനുഭൂതിയിലെത്തും. കാരണം പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം ഇങ്ങനെയാണ് അനുഭവം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷത്തിന് നേരെ, തനിക്ക് നേരെ, താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരോക്ഷം എന്ന് പറഞ്ഞാലോ എനിക്കടുത്തല്ല. ഇപ്പോ ത്രിപുരാശക്തി പീഠം. ഇപ്പൊ ത്രിപുരാശക്തി പീഠം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ആശ്രമത്തിനെയാണ് അങ്ങനെ ഈ പീഠം ഇവിടെ വെച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെയും ദേവ ചൈതന്യങ്ങളെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന ഈ സ്ഥാനത്തെയാണ് ഇപ്പൊ ത്രിപുരാശക്തി പീഠം എന്ന് പറയുന്നത്. അതിപ്പോ വാസ്തവത്തിൽ നിങ്ങളെ സംബന്ധിച്ചും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചും എനിക്കത് പ്രത്യക്ഷമല്ല. എന്ന് വെച്ചാൽ എന്റെ ഇന്ദ്രിയത്തിന് നേരെയില്ല. എന്നാലോ അത് പരോക്ഷമാണ്. അതിനെ ഞാൻ കേട്ടറിയുകയാണ്. പിന്നെന്താണ്? അപരോക്ഷമാണ്.
അപരോക്ഷം എന്ന് പറഞ്ഞാലോ തത്വമസി, അത് നീയാണ്. ഞാനാകുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെ അറിയുകയാണ്. കാരണം എനിക്ക് എന്നെ അറിയുവാൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ആരുടെയെങ്കിലും വെളിപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ വാസ്തവത്തിൽ ഞാൻ എന്നെയാണോ അറിയുന്നത്? അല്ല. മറ്റുള്ളവരിൽ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയിരിക്കുന്ന, ഞാനും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു എന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഞാൻ ആരെ? യഥാർത്ഥത്തിലുള്ള സിദ്ധം വസ്തുവായ ഞാൻ ഈ അറിവിനെ, ഈ അനുഭവാതീതമായിരിക്കുന്ന അറിവിനെ അറിയുന്നതിനെയാണ് അപരോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ഗുരുമുഖമായിട്ട് ഉപദേശം സ്വീകരിച്ച് ആ ഉപദേശത്തിന് നമ്മൾ അനുഷ്ഠാനം ചെയ്യുമ്പോൾ എത്തുന്ന നിലയാണ് ഈ പറഞ്ഞ അപരോക്ഷാനുഭൂതി. അപ്പോഴോ ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ ഫലമായിട്ടാണ് സാക്ഷാത്കാരം സംഭവിക്കുക. അപ്പോ സാക്ഷാത്കാരം എന്താ? ബ്രഹ്മാത്മൈക്യ ജ്ഞാനം അപരോക്ഷമായി അനുഭവിക്കുന്നതാണ് സാക്ഷാത്കാരം. എന്ന് വെച്ചാൽ ബ്രഹ്മവും ജീവനും, ആത്മാവും ജ്ഞാനം ഒന്നു തന്നെയാണ് എന്ന് അഭേദമായിട്ട്, നിജബോധമായിട്ട്, ശുദ്ധബോധത്തിൽ അറിയാൻ കഴിയാം. അതാണ് സത്യത്തിൽ സാക്ഷാത്കാരം. ഈ അവസ്ഥയെ സ്വപ്നാവസ്ഥയെന്നും പറയുന്നു. ഇവിടെ ജ്ഞാനിക്ക് ജഗത്ത് മിഥ്യയായിട്ട് അനുഭവപ്പെടുകയാണ്. അതല്ലേ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിഥ്യ, ശാശ്വതമായിട്ട് ഇല്ല. ഈ ജഗത്തിനെ കാണുന്ന സ്വപ്നത്തിൽ എന്നതുപോലെ ആ ഒരു സ്ഥിതിയാണ്. അപ്പൊ അദ്വൈതത്തിൽ സ്ഥിരമാകുകയാണ്. അദ്വൈതം ശുദ്ധാദ്വൈതത്തിൽ ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നേടി. ഈ യോഗിയെയാണ്, അല്ലെങ്കിൽ ഈ ജ്ഞാനിയെയാണ്, അല്ലെങ്കിൽ ഈ സാധുവിനെയാണ്, അല്ലെങ്കിൽ ഈ സന്യാസിയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. കാരണം ഈ സന്യാസ ധർമ്മത്തില് ഈ പരമ്പരയിൽ നിന്ന് സന്യസിക്കാത്തവരിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെ എന്തുകൊണ്ട് നമ്മൾ സമ്പ്രദായവുമായിട്ട് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ, സനാതന ധർമ്മത്തിലെ വരും നാളുകളിലെ ഒരു അധർമ്മം സംഭവിക്കാതിരിക്കണമെങ്കിൽ ധർമ്മത്തിന്റെ വഴിയിലൂടെ പോകുന്നവരായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്ന ഗുരുക്കന്മാർ. അതുകൊണ്ടാണ്. കാരണം ആ ഗുരുക്കന്മാര് ഒരു ധർമ്മം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ധർമ്മത്തിന്റെ ആദർശത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, പിന്നെ തനിക്ക് വേണ്ടിയിട്ടല്ല. അതാണ് ത്യാഗം. കാരണം ഒരു ധർമ്മം ബോധിച്ച ആൾക്ക് അറിയാം എന്താണ് പാപം, എന്താണ് പുണ്യം, എന്താണ് ശരി, എന്താണ് തെറ്റ്. ഈ ആപേക്ഷികമായിരിക്കുന്നവയെ പരമാർത്ഥമായിട്ട് ബോധിക്കുന്ന ആളാണ് ഒരു സന്യാസി. പിന്നെ ആ സന്യാസി ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിലെ ധർമ്മത്തെ നിലനിർത്തി ഉപദേശിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്യാസിയായിരിക്കണം വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ സമാജത്തെ, അല്ലെങ്കിൽ ശിഷ്യപരമ്പരകളെ നയിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ്. അതും മതഗ്രന്ഥങ്ങൾ പകർന്നു നൽകുന്ന അബദ്ധവും സുബദ്ധവുമായ എല്ലാ ആശയങ്ങളെയും മൂഢമായിട്ട് വിശ്വസിക്കുന്ന ആളായിരിക്കരുത് വാസ്തവത്തിൽ ഗുരു. സ്വയം അനുഭൂതിയിലെത്തി ആ അനുഭൂതിയുടെ വെളിച്ചത്തിൽ വാസ്തവത്തെ വിശകലനം ചെയ്ത് ബോധിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളായിരിക്കണം യഥാർത്ഥത്തിൽ സന്യാസി. അങ്ങനൊരു സന്യാസിക്ക് മാത്രമേ പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും സമചിത്തതയോടുകൂടി, സമനിലയോടുകൂടി, നിലതെറ്റാതെ അച്യുതനായിട്ട്, അച്യുത ഭാവത്തോടുകൂടി, ച്യുതിയില്ലാത്ത ഭാവത്തോടുകൂടി ധർമ്മത്തെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ ബ്രഹ്മവിത്ത് എന്നാണ് അങ്ങനെയുള്ളൊരു സന്യാസിയെ പറയുന്നത്. അപ്പൊ ഇനി നാലാമത്തെ ദിവസത്തില്
10ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളെയാണ് പ്രവചനം ചെയ്യുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളൊക്കെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിനി മുന്നിലേക്ക് പോകുന്തോറും സമഗ്രമായിട്ട് അതിനെ പരിശോധിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതൊന്നും ഇപ്പൊ ഇവിടെ പറയാത്ത. ഇപ്പോ ഇതിലെ ജിജ്ഞാസുക്കളുടെ ഒരു ആഗ്രഹ ശമനത്തിന് വേണ്ടിയിട്ട് വ്യാസർ ഏത് രീതിയിലാണ് ഇതിനെ പ്രകടമാക്കിയിരിക്കുന്നത്, അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണോ ഉൾക്കൊള്ളുന്നത് എന്നൊന്ന് അറിയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ ഇവിടെ 5ാമത്തെ യോഗഭൂമിക എന്താണെന്ന് ചിന്തിക്കാം. അസംസക്തി. അതാണ് ഇവിടെ നിർവികൽപ്പ സമാധി സാധ്യമാക്കുകയാണ് ഈ അസംസക്തി എന്ന് പറയുന്ന യോഗഭൂമിക. ഈ സമാധി അവസ്ഥയിൽ സ്വേച്ഛയാൽ തന്നെ പ്രജ്ഞയിലേക്ക് വരുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനിവിടെ ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെ ഉപമിക്കുന്നില്ല. കാരണം ഇപ്പൊ പലപ്പോഴും വാസ്തവത്തിൽ എനിക്ക് ഈ സ്ഥലകാലബോധം വാസ്തവത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ് തെറ്റുമാണ്. എന്തായാലും ഇപ്പൊ പലപ്പോഴും ഈ തീയതിയും അതുപോലെ ഉള്ള തിഥികളും മുഹൂർത്തങ്ങളും ഒക്കെ വാസ്തവത്തിൽ വേറെ ഏതെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കലണ്ടറോ പഞ്ചാംഗോ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ എന്റെ ശ്രദ്ധയിലുള്ളൂ എന്നുള്ളതൊരു പരമാർത്ഥമാണ്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഈ സമാധ്യാവസ്ഥയാൽ സ്വേച്ഛയാൽ തന്നെ അപ്പൊ അങ്ങനെ ഒരു അസംസക്തി ഭാവത്തിൽ എത്തിയിരിക്കുന്ന ഒരു സന്യാസിക്ക് തന്റെ ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ ഭാഗവതത്തെ പറയണം, ഞാൻ തത്വത്തെ പറയണം എന്നുള്ള രീതിയിൽ ഞാൻ ഉപദേശത്തെ കൊടുക്കണം. അദ്വൈതത്തിൽ രണ്ടില്ല, പിന്നെ ഞാൻ ആർക്ക് ഉപദേശിക്കും എന്നുള്ള രീതിയിൽ അഹങ്കാരവും അഭിമാനവും അല്ല യാഥാർത്ഥ്യത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതും ഞാൻ ഉപദേശിക്കുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ആ സന്യാസിയുടെ അഹം നിലനിർത്തുകയാണ്. ജ്ഞാനിയുടെ അഹം നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ആ അവസ്ഥയാണ് അസംസക്തി എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെത്തിയ ജ്ഞാനിയെ, സന്യാസിയെ ബ്രഹ്മവിത്ത് വരൻ എന്ന നാമധേയത്തിലാണ് അറിയുന്നത്. ബ്രഹ്മവിത്ത് വരൻ എന്നാണ്. ഇവിടെ അസംസക്തി ഭൂമികയെ സുഷുപ്തി എന്നും പറയും. സുഷുപ്തി കട്ടിപിടിച്ച എന്താണ് ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സ്ഥിതിയാണ് സുഷുപ്തി എന്ന് പറയുന്നത് യോഗഭൂമിക. അപ്പോ ഇനി ഈ 5ാം ദിവസത്തില് വാസ്തവത്തിൽ എന്താണ് ദശമത്തില് 54ാം അധ്യായം വരെയുള്ള തത്വഭാഗത്തെ ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ ആ രുക്മിണി സ്വയംവരവും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവവികാസങ്ങളൊക്കെയാണ് അവിടെ പറയുക. ഇനി നമുക്ക് 6ാമത്തെ യോഗഭൂമിക എന്താണെന്ന് പരിശോധിക്കാം. 6ാമത്തെ യോഗഭൂമിക പദാർത്ഥ ഭാവനയാണ്. ഇങ്ങനെയുള്ള ജ്ഞാന നിഷ്ഠ ബോധിച്ച സന്യാസി നിർവികൽപ്പ അഭ്യാസം കൊണ്ട് ദീർഘകാല സമാധിയിൽ എത്തിച്ചേരുകയാണ്. ഞാനും സന്യാസി ദീക്ഷയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ മൗനത്തിലിരിക്കുന്നത് 6 മാസക്കാലമാണ്. പിന്നെ അവിടുന്ന് പല ഗുരുക്കന്മാരുടെയും സന്യാസിമാരുടെയും അതുപോലെ എന്താ പറയുക ഉൾപ്രേരണയുടെയും അന്തർമുഖമായിരിക്കുന്ന ഒരു ഇൻറ്റ്യൂഷൻ, എൻ്റെ ഒരു അവബോധത്തിൻ്റെയും വെളിച്ചത്തിലാണ് പിന്നീട് ആ മൗനവ്രതത്തെ അങ്ങനെയുള്ള തപസ്സിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ സാധാരണമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് പ്രവേശിച്ചത്. എന്തായാലും ഈ സമാധിയിൽ നിന്നും സ്വേച്ഛാൽ ഉണർന്നു വരുന്നില്ല, പരപ്രേരണയാൽ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നു ഈ സന്യാസിയാണ് ബ്രഹ്മവിത്ത് വരീയാൻ. ഈ ഭൂമികയെ ഗാഠ സുഷുപ്തി എന്നും പറയും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പലരും സ്വാമിയുടെ സാധന എന്താ, സ്വാമിയുടെ സാധന എന്താ, സ്വാമി എന്ത് ചെയ്യുന്നു, സ്വാമി എപ്പോൾ എണീക്കുന്നു, എപ്പോൾ ഉണരുന്നു, എപ്പോൾ കിടക്കുന്നു. സ്വാമിയെ റിസർച്ച്, സ്വാമിയെ ഗവേഷണം ചെയ്യാനാണ് പലർക്കും താല്പര്യം. ക്ഷീണമുള്ളപ്പോൾ കിടക്കും, ഉറക്കം വരുമ്പോൾ ഉറങ്ങും. ഇതൊക്കെ ഒരു തുടക്കക്കാരൻ കേട്ടാന്ന് വിചാരിക്കും ഇതാണ് സാധന എന്ന് വിചാരിച്ച് അവനും അങ്ങനെ ചെയ്താൽ പറ്റുകയില്ല. അപ്പോ ആ അനുഷ്ഠാനം തത്വം ബോധിക്കുവാൻ എങ്ങനെ അനുഷ്ഠിക്കണം ഇത് ഉപദേശിക്കുന്നവനാണ് ഗുരു. എന്തായാലും ഇവിടെ ബ്രഹ്മവിത്ത് വരിയാൻ എന്ന് പറയുന്ന ജ്ഞാനി ഗാഠസുഷുപ്തിയെ പ്രാപിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ ഭഗവത് കഥകളിലുള്ള ഹൃദ്യതയാലാണ് പരീക്ഷിത് തുടർന്നുള്ള ഭാഗങ്ങളെയും ശ്രവിച്ചത്. വാസ്തവത്തിൽ പിന്നെ 7ാമത്തെ ദിവസത്തെ കഥ അല്ലെങ്കിൽ 7ാമത്തെ യോഗഭൂമികയെ പരീക്ഷിത്
അല്ലെങ്കിൽ ഒരു സന്യാസി ഇങ്ങനെ ജ്ഞാനത്തെ മോദിച്ച ഒരു സന്യാസിയും പിന്നെ എന്തുകൊണ്ട് പറയുന്നു? അത് ആ ഈശ്വര മഹിമയുടെ സാന്നിധ്യം പ്രകടമാക്കുന്ന അനിർവചനീയമായ അനുഭൂതിയുടെ വാക്കുകളുടെ മഹിമ കൊണ്ടാണ്. എന്തായാലും അങ്ങനെയുള്ള ഭാഗവതത്തെ എനിക്കും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതിൽ വളരെ കൃതാർത്ഥതയുണ്ട്, സന്തോഷമുണ്ട്. അവിടെ ഈ 6-ാമത്തെ ദിവസം 11-ാമത്തെ സ്കന്ധത്തില് 13-ാമത്തെ അധ്യായത്തിലെ ഹംസോപദേശത്തോടു കൂടിയാണ് 6-ാമത്തെ ദിവസം സമാപിക്കുന്നത്. ഇനി 7-ാമത്തെ യോഗഭൂമിക എന്താണ്? തുരീയ. ഈ സമാധിയിൽ നിന്നും ആരാലും ഉണർത്താൻ സാധ്യമല്ല, എന്നാൽ വായു ശരീരത്തിൽ ഉണ്ട് താൻ. മനസ്സിലാക്കണം. അപ്പൊ പലരും, എൻ്റെ പല ഗുരുക്കന്മാരും കൂടി, പ്രത്യേകിച്ച് എൻ്റെ പൂർവാശ്രമത്തിലെ മുത്തശ്ശനും അതുപോലെ ആവട്ടെ ഇരിക്കട്ടെ, പിന്നെ സന്യാസിമാരും ഒക്കെ എന്താ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ കോമ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലേക്ക് പോയിട്ടാണ് പൂർവാശ്രമത്തിൽ. എൻ്റെ അമ്മ പക്ഷെ വെറും 7 ദിവസമാണ്. 7 ദിവസം കൊണ്ട് തന്നെ അമ്മ ശരീരം ഉപേക്ഷിക്കുകയുണ്ടായി. 7 ദിവസം മാത്രമാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കും തൊട്ട് ജപിക്കുവാനും അങ്ങനെ ഒക്കെ സാധിച്ചു. അപ്പൊ എന്തായാലും ഇവിടെ എൻ്റെ ഗുരുക്കന്മാരെ പലരും പറയും സന്യാസിമാര് രോഗികളായിട്ട് മരിക്കുന്നതിൽ എന്താണ് അർത്ഥം? യാതൊരു ക്ലേശം കൂടാതെ അനായാസേന വരണം എന്നൊക്കെ പറയുന്ന ശ്ലോകമന്ത്രങ്ങളുണ്ടല്ലോ, ആരും അറിയാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോകുന്നതല്ലേ. അങ്ങനെയുള്ള ഒരു തർക്ക വിഷയത്തിന് വേണ്ടിയിട്ടൊന്നല്ല ഇത് പറയുന്നത്. അപ്പൊ ആ അവബോധത്തോടുകൂടി തളർന്നു അങ്ങനെ കാലങ്ങളോളം കടക്കാതിരിക്കാം. അത് ഒരു യോഗി, ഒരു സന്യാസി സ്വീകരിച്ചിരിക്കുന്ന പ്രാരബ്ധ ധർമ്മത്തിനനുസരിച്ചിരിക്കും. എത്ര കാലം ജീവിക്കണം. കാരണം സന്യാസിയെ ശുശ്രൂഷിക്കുവാൻ ഓരോരുത്തർക്ക് പ്രാരബ്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരുടെ പാപങ്ങളൊക്കെ ക്ഷയിച്ച് അവർക്ക് മോക്ഷം കിട്ടുക. അപ്പൊ അങ്ങനെ സന്യാസിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടും സന്യാസിമാർ, ജ്ഞാനികൾക്ക് ഇങ്ങനെ ഈ മറ്റുള്ളവർക്ക് കാണുന്ന ആ രോഗാവസ്ഥയിലും ഒക്കെ കിടക്കേണ്ടതായിട്ട് വരുന്നത്. അതിന് നമ്മൾ മോശമായിട്ട് കാണുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എന്നറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോ അങ്ങനെ ആ യോഗനിഷ്ഠയെ പ്രാപിച്ച ആളെ ബ്രഹ്മവിത്ത് വരീഷ്ഠൻ എന്ന് പറയുകയാണ്. ഈ ഭൂമിയിൽ എത്തുന്നതോടുകൂടി വിദേഹമുക്തി സംഭവിക്കുകയാണ്. അതാണ് ഒരു യഥാർത്ഥ സന്യാസി. സ്വദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തൻ മാത്രമല്ല, വിദേഹമുക്തനുമാണ്. അതല്ലേ? അതറിയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാൻ വേണമെങ്കിൽ എനിക്കും ഇടയ്ക്കൊരു വയറുവേദനയും ഇടയ്ക്കൊരു നെഞ്ചുവേദനയും ഒക്കെ ഇങ്ങനെ അനുഭവപ്പെടുന്നത്. പക്ഷെ വയറുവേദന രോഗാണുവിൻ്റെയാണെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ബിഷപ്പുരന്മാര് അത് ശസ്ത്രക്രിയയിലൂടെ വലിയൊരു സാധനത്തെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞോടുകൂടി വയറ് കുറെ സമാധാനമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഈ യോഗഭൂമികയിൽ എത്തുന്നതോടുകൂടി വിദേഹമുക്തി സംഭവിക്കുകയാണ്. ഈ ഭൂമികയാണ് തുര്യക. നമ്മളിപ്പോൾ പലരും തുര്യാതീതാതീതം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ വിമർശിക്കുന്നുമില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ തുരീയം വരെയാണ്, അതായത് നിത്യജാഗ്രത എന്നറിയപ്പെടുന്ന തുരീയ സ്ഥിതി വരെയാണ് ഇവിടത്തെ യോഗഭൂമികളെ നമ്മളോട് തത്വത്തെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മവിത്ത് വരീഷ്ഠൻ എന്നാണ്. കാരണം പരമേശ്വര പ്രാണസഹായത്താൽ ശരീരം നിലനിൽക്കുന്ന ജ്ഞാനിയാണ് ഈ തുരിയിലെത്തിയിരിക്കുന്ന യോഗി, സന്യാസി. അപ്പൊ യോഗഭൂമികളുടെ അതിർവരമ്പാണിത്. ഇതിനപ്പുറം ഒരു യോഗാവസ്ഥയില്ല. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഭസ്മം സൃഷ്ടിക്കുക, അതുപോലെ തന്നെ രോഗം മാറ്റി കൊടുക്കുക, അതുപോലെ ഒത്തിരി സമ്പത്തുണ്ടാക്കി കൊടുക്കുക, അതുപോലെ ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പല രീതിയിലുള്ള സഹായം ചെയ്യുക, ഇതൊന്നുമല്ല ഇവിടെ പറയുന്ന ഒരു ജ്ഞാനിയായ സന്യാസിയുടെ ലക്ഷണം. ജ്ഞാനിയായ സന്യാസി ഒരു ജീവനെ ഉദ്ധരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മോപദേശത്തെ ശ്രവണ ദീക്ഷയായിട്ട് കൊടുക്കണം. പിന്നെ ആ ജീവന്റെ പ്രാരബ്ധം അനുസരിച്ച് ആർജിച്ചെടുക്കണം. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു ജ്ഞാനിക്ക്, ഒരു സന്യാസിക്ക്, ഒരു ബ്രഹ്മനിഷ്ഠനെ തക്ഷക ഭയമുണ്ടാകുന്നു. എന്നെ കൊല്ലും, എന്നെ പാമ്പ് കടിച്ചു കൊല്ലും, എന്നെ വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും, തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും, ആളുകൾ അങ്ങനെ തീയിലിട്ട് കൊല്ലും, വെള്ളത്തിലിട്ട് കൊല്ലും,
കാറ്റ് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഇങ്ങനെയുള്ള ഭയം ഇങ്ങനെയൊരു ജ്ഞാനിയെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല. കാരണം ജീവൻ മുക്തനും വിദേഹമുക്തനുമാണ് സന്യാസി. എന്തായാലും 7ാം ദിവസം 12ാം സ്കന്ധം മുഴുവനും ബോധിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ 7 ദിവസം 7 പരമഹംസന്മാരെയും അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ കപിലൻ, ഭരതൻ, പ്രഹ്ലാദൻ, ശ്രീകൃഷ്ണൻ, ജീവൻ പരമഹംസാവത്തിലേക്ക് ഉയരുകയാണ്. പിന്നെ ഹംസാവതാരം, ഇങ്ങനെയുള്ള പരമഹംസാവതി 6 ദിവസങ്ങളിൽ കാണിച്ചു. 7ാമത്തെ ദിവസത്തിൽ ശ്രവിച്ച പരീക്ഷിത്ത് പരമഹംസനായിട്ട് ഉണരുകയും ചെയ്യുകയാണ്. ഈ കഥകളിലൂടെ എന്ന് വെച്ചാൽ ഭാഗവതത്തിൽ പറയുന്ന കഥകളിലൂടെ അതിന്റെ സ്ഥൂലാർത്ഥത്തോടൊപ്പം ഭാവാർത്ഥത്തെ കൂടി ബോധിപ്പിക്കുമ്പോഴാണ് 7ാം ദിവസം തുരീയത്തിൽ എത്തുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് ഓരോ ഈ അധ്യായങ്ങളും അതേപോലെ ഒരു 10 സ്കന്ധം 12 സ്കന്ധം, ഈ സ്കന്ധത്തിലൂടെ പറയുന്ന വിഷയങ്ങൾ എന്താണെന്നാണ് ഇനിയും നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇരിക്കുന്നത്. ഓരോ സ്കന്ധത്തിലൂടെയും ഓരോ സ്കന്ധങ്ങളിലൂടെയും നമ്മൾ ബോധിക്കേണ്ടതായിരിക്കുന്ന വിഷയം എന്താണ്, ഭാഗവതത്തിലെ സ്കന്ധങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്ന വിഷയം എന്താണ് എന്ന് ചിന്തിക്കാൻ ആരംഭിക്കാം.